PMAY ഭവന പദ്ധതിയിലെ സാമ്പത്തിക വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ബാധ്യതകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എറണാകുളം MLA TJ വിനോദ്. ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും MLA നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു. പദ്ധതിയുടെ നിലവിലുള്ള ഒരു വിഹിതവും കുറയ്ക്കാൻ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മറുപടി നൽകി. PMAY പദ്ധതിയിൽ 50,000 രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെയും 1.5 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും 2.5 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വായ്പയായും 4 ലക്ഷം രൂപയാണ് നൽകുന്നതെന്നും ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ബാധ്യതകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഈ ബാധ്യതകൾ പരിഹരിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എറണാകുളം MLA TJ വിനോദ് മന്ത്രിസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ ചോദിച്ചു. സർ, PMAY പദ്ധതിയിൽ 50,000 രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെയും 1.5 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും 2 ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലോണായി ഹഡ്കോ വായ്പയുമായിട്ടാണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇതുമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ബാധ്യതകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ബാധ്യത പരിഹരിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു വിഹിതം കുറച്ചെടുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മറുപടി പറഞ്ഞു. ഏതെങ്കിലും ഒരു വിഹിതം കുറച്ചെടുക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് മാറ്റാൻ റെഡിയാണോ? ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇതാ ട്രെൻഡിംഗ് കോഴ്സുകൾ. ഡാറ്റ സയൻസ് മുതൽ വെബ് ടെക്നോളജീസ് വരെ അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, പിന്നെ മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ടും. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരുമ്പാവൂർ.